ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയും മീനാക്ഷിയും തൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയാണ്. രണ്ട് നാടോടി സ്ത്രീകളുടെ കയ്യിലാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ അർച്ചനയും മീനാക്ഷിയും കണ്ടപാടെ അവർ കുഞ്ഞുങ്ങളുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അർച്ചനയും മീനാക്ഷിയും അവരുടെ പിറകെ ഓടുന്നെങ്കിലും അവരെ കിട്ടുന്നില്ല. കുറെ ഓടി അല്പം മറഞ്ഞു നിൽക്കുകയാണ്. രണ്ടുപേരെയും ആദ്യം കുറെ നേരം അവരുടെ പിന്നാലെ ഓടിയെങ്കിലും പിന്നീട് എപ്പോഴോ അവരുടെ കണ്ണ് പിടിച്ച് ഓടിയിരിക്കുകയാണ്. അങ്ങനെ അർച്ചനയും മീനാക്ഷിയും രണ്ടു വഴിക്കായി അവരെ തിരഞ്ഞു നടക്കുന്നു. ഇതേ സമയം തന്നെ സച്ചിയും കാർത്തിയും അവിടെ എത്തുന്നുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ എത്തുന്നുണ്ട്. ഇവിടെ എങ്ങനെയാ അവർ വരുന്നത് എന്നൊക്കെ കാർത്തി ചോദിക്കുമ്പോൾ, എന്തായാലും നമ്മൾ ഇത്രയും സ്ഥലത്ത് തിരക്കിയില്ലേ, ഇവിടെയും കൂടി ഒന്ന് നോക്കാമെന്ന് സച്ചിയും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മീനാക്ഷിയെയും അർച്ചനയും തിരക്കി അവിടെ എത്തിയിരിക്കുകയാണ്. അല്പം മാറി നിന്ന് അവരെ ഏർപ്പാടാക്കിയ ആ ഗുണ്ടകളെ വിളിക്കുകയാണ് ആ നാടോടി സ്ത്രീകൾ. ആ സമയത്താണ് അർച്ചനയും മീനാക്ഷിയും അവരെ കാണുന്നത്. ഇവരെ കണ്ടപാടെ പിന്നെയും അവരെ കുഞ്ഞുങ്ങളുമായി ഓടി രക്ഷപ്പെടുന്നു. പിന്നാലെയുണ്ട് അർച്ചനയും മീനാക്ഷിയും. ഈ സമയം ആ ഗുണ്ടകളുടെ വണ്ടി അവിടെ എത്തിക്കഴിയുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുട്ടികളുമായി അവർ ആ വണ്ടിയിലേക്ക് കയറി അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അവരവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടി പോയി കഴിഞ്ഞു. പിന്നാലെ ഓടിയെങ്കിലും അത് കിട്ടുന്നില്ല. രണ്ടുപേരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മീനാക്ഷി, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് മീനാക്ഷി പറയുന്നു. അവർ നിന്ന് അതേ സ്ഥലത്ത് തന്നെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അവിടേക്ക് ഇപ്പോൾ ഒരാൾ വിളിക്കുകയും അവിടെ നിന്ന് ഒരാൾ അർച്ചനയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടികളെ തിരഞ്ഞ് നിങ്ങൾ ക്ഷീണിച്ച് കാണും അല്ലേ? കുട്ടികൾ ഞങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മീനാക്ഷിയും അവരോട് പറയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് വേണ്ടത് പണമാണ്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ലെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ പണം വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്ന്. അർച്ചനയോട് മീനാക്ഷി പണത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പണം തന്നാൽ കുട്ടികളെ തിരിച്ചു തരുമെന്ന് ഉറപ്പാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. 2 കോടി രൂപയാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും 1 കോടി രൂപ വീതമാണ് അവർ ആവശ്യപ്പെടുന്നത്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീട്ടിൽ വിവരം അറിയിക്കണം. ഞാൻ ഉടൻ വിളിക്കും. പണം റെഡിയാകുമ്പോൾ വിളിച്ചാൽ മതി. പോലീസിനെയും നാട്ടുകാരെയും മറിച്ച് ഈ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലാണ്. ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണമെന്നും അവർ പറയുന്നു. തിരിച്ച് ഒരു മറുപടി പോലും പറയാൻ സാധിക്കാതെയായിരിക്കുന്നു അവർ. അങ്ങനെ അപ്പോൾ തന്നെ ഫോൺ വെക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞ കാര്യം അർച്ചന മീനാക്ഷിയോടും പറയുന്നു. നമുക്ക് എത്രയും വേഗം ഈ കാര്യം വീട്ടിൽ അറിയിക്കണമെന്ന് മീനാക്ഷി. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് അർച്ചനയും സച്ചിയും. സേതുമാധവനും നന്ദനും അവന്തികയും ഒക്കെ ഉണ്ട് അവിടെ. കാര്യങ്ങളെല്ലാം ഇപ്പോൾ അർച്ചന അവരോടെല്ലാം പറഞ്ഞിരിക്കുന്നു. സന്ദീപും ആതിരയും അവിടേക്കുണ്ട്. അച്ഛൻ എന്ത് തീരുമാനിച്ചു എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു, അച്ഛാ, ഇനിയും താമസിച്ചാൽ എൻ്റെ കുഞ്ഞ്. സന്ദീപ് പറയുന്നു, അച്ഛൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. അച്ഛാ, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പുകയാണ് അർച്ചന. ചേച്ചി കരയാതെ, അച്ഛൻ വേണ്ടത് ചെയ്തോളുമെന്ന് ആതിര. പണം കൊടുക്കാം, പക്ഷേ അതല്ല പ്രശ്നം. പണം കൊടുത്താൽ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് എന്താ ഉറപ്പ്? പണം വാങ്ങിയിട്ട് അവർ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് സേതു ചോദിക്കുന്നു. അച്ഛാ, തൽക്കാലം നമുക്ക് അവരെ വിശ്വസിക്കാൻ മാത്രമേ കഴിയൂ എന്ന് സച്ചി. അവരാരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാ അവരെ വിശ്വസിച്ച് പണം നൽകുന്നത് എന്ന് അവന്തികയും ചോദിക്കുന്നു. വിശ്വസിച്ചേ പറ്റൂ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ചുള്ള കളിയാണെന്ന് നന്ദൻ. ഇനിയും താമസിക്കാൻ കഴിയില്ല. മനസ്സിലെന്തെങ്കിലും താല്പര്യം വെച്ച് നീ അഭിപ്രായം പറയേണ്ടെന്ന് നന്ദൻ. ദിവസവും പത്രത്തിൽ ഓരോ വാർത്തകൾ വായിക്കുന്നതാണ് എന്നൊക്കെ അവന്തിക പറയുന്നു. അവിടെ നടന്ന 2 സംഭവങ്ങളിലും 2 പണം വാങ്ങിയിട്ട് അവർ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു. കുഞ്ഞുങ്ങളും പോയി, പണവും പോയി എന്ന് അവന്തിക. എല്ലായിടത്തും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലാതെ ഉപദ്രവിക്കാനായിരിക്കില്ല. പണം കിട്ടിയാൽ അവർ കുഞ്ഞുങ്ങളെ തിരികെ തരുമെന്ന് ആതിര. അർച്ചന വിഷമത്തോടെ അച്ഛനോട് പറയുന്നു, അച്ഛാ, എൻ്റെ ജീവിതത്തിന് ഒരു വെളിച്ചമുണ്ടായത് അവൾ എൻ്റെ കയ്യിലേക്ക് വന്നതിന് ശേഷമാണ്. ഒരിക്കലും അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ. എനിക്ക് എൻ്റെ മോളെ വേണം എന്നൊക്കെ അർച്ചന. മോളെ വിഷമിക്കേണ്ട, എത്ര പണം വേണമെങ്കിലും അച്ഛൻ കൊടുക്കാം. അച്ഛന് അതിനൊരു വിഷമവുമില്ല. ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ സേതു പറയുമ്പോൾ, കാശ് കൊടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ് സ്നേഹ അവിടേക്ക് വരുന്നു. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ തുകയല്ല. ഇത്രയും വലിയ തുക കൊടുത്ത് ഒരു ഡ്രൈവറിന്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ നന്ദൻ സ്നേഹയുടെ കരണത്തടിക്കുകയാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്? ഇത് കേട്ട് സ്നേഹ ദേഷ്യത്തോടെ പറയുന്നു. അല്ലെങ്കിലും എന്നെ തല്ലാനും കൊല്ലാനും ഇവിടെ എല്ലാവർക്കും നല്ല മിടുക്കാണല്ലോ. ഈ കാര്യത്തിൽ ആരെങ്കിലും നിന്റെ അഭിപ്രായം ചോദിച്ചോ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന സ്നേഹയോട് പറയുന്നു, സ്നേഹേ, എന്നോടുള്ള വിരോധം നീ എൻ്റെ കുഞ്ഞിനോട് തീർക്കരുത് എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞോ? ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞ്, അല്ലാതെ അത് നെല്ലിശ്ശേരിയിലെ കുഞ്ഞായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ സേതു പറയുന്നു, ഞാൻ അംഗീകരിച്ചു.
അതിനേക്കാൾ വലിയൊരു അംഗീകാരം തൽക്കാലം ഇവിടെ ആവശ്യമില്ല. നിന്റെ കയ്യിലെ പണം കൊടുത്തല്ലല്ലോ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നത്. ഞാൻ സമ്പാദിച്ച പണമല്ലേ, അതിന് നിന്റെ അഭിപ്രായം ഇവിടെ ആർക്കും ആവശ്യമില്ലെന്ന് പറയുന്നു. ധനുഷിനെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കയറി വന്ന ആ സമയത്ത് പറഞ്ഞതാ മേളിൽ നിന്റെ ഒരു കാര്യം ഇവിടെ അറിയണ്ടെന്ന്. ഇറങ്ങിപ്പോയെന്ന് സച്ചി സ്നേഹയോട് പറയുന്നു. അങ്ങനെ സ്നേഹ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം കാണിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി കാര്യങ്ങളെല്ലാം രാജലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നുണ്ട്. രാജലക്ഷ്മി എല്ലാം കേട്ടതിന് ശേഷം പറയുന്നു, മീനാക്ഷിയും കാർത്തിമോനും വിഷമിക്കേണ്ട, എന്ത് വില കൊടുത്തും വൈകുമോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കും. ഇപ്പോൾ അമ്മയുടെ കയ്യിൽ കാശുണ്ടായി. എൻ്റെ രാമേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴായെന്നെ കേസ് സാവിത്രി പിറുപിറുക്കുന്നു. ആ കുഞ്ഞിൻ്റെ അച്ഛമ്മയാണ് നീ. ആ കുഞ്ഞിനെ കാണാത്തതിൽ നിനക്കൊരു സങ്കടവുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് സാവിത്രിയുടെ രാജലക്ഷ്മി. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പെറ്റമ്മയാണ് അതിനെ കൊണ്ടുപോയി അക്രമം കാണിച്ചതെന്ന് സാവിത്രി. ആര് കൊണ്ടുപോയാലും അത് ചെമ്പകമംഗലത്തെ കുഞ്ഞാണ്. ഈ കുടുംബം വിറ്റിട്ടാണെങ്കിലും അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് രാജലക്ഷ്മി. എന്നാലും 1 കോടി രൂപയ്ക്ക് കൊടുത്തെന്ന് മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, നിന്റെ കുടുംബത്തിൽ നിന്ന് അല്ല ഈ കാശ് എണ്ണി കൊടുക്കുന്നത്, മനസ്സിലായോ? ജഗദീഷ് എങ്ങാനും ഇത് കേട്ടിരുന്നെങ്കിൽ അവളുടെ ഒരു അഡ്വൈസ് എന്നും രാജലക്ഷ്മി പറയുന്നു. മോളെ, അവർ വിളിക്കുമ്പോൾ നീ പറയേ അവർ ആവശ്യപ്പെട്ട പണം കൊടുക്കാമെന്ന്, കേട്ടോ എന്നെ മീനാക്ഷിയോട് രാജലക്ഷ്മി പറയുമ്പോൾ തന്നെ മീനാക്ഷിക്ക് അല്പം സമാധാനമാകുന്നുണ്ട്. ഇതേ സമയം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അവരുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. ഇത് അവരാണെന്ന് തോന്നുന്നു എന്ന് സേതു പറയുന്നു. ആ ഒരു കോൾ വന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ സേതു കോൾ എടുക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ ചുറ്റിലും ഇരിക്കുന്നുണ്ട്. പണം റെഡിയാണോ എന്ന് അയാൾ ചോദിക്കുന്നു. റെഡിയാണ് എന്ന് സേതുവും. ദയവ് ചെയ്ത് നിങ്ങൾ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നു, പണം തന്നാൽ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല. പണവുമായി ഞങ്ങൾ എവിടെയാണ് വരേണ്ടത് എന്ന് സേതു ചോദിക്കുമ്പോൾ വരേണ്ട സ്ഥലം അയാൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ഉടനെ എത്താമെന്ന് സേതു പറയുമ്പോൾ അയാൾ പറയുന്നു, അങ്ങനെ എല്ലാവരും വരേണ്ട കാര്യമില്ല. അർച്ചനയാണ് പണവും കൊണ്ട് വരേണ്ടത്. ഒരാൾ പോലും പിന്നാലെ വരികയും ചെയ്യരുത്, പോലീസിനെ അറിയിക്കുകയും ചെയ്യരുത്. കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടും, മനസ്സിലായോ എന്നും അയാൾ പറയുന്നു. പോലീസിനെ ഞങ്ങൾ ഇടപെടുത്തില്ല, പക്ഷേ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഉറപ്പു തരണമെന്ന് സേതു. പണം കിട്ടിയാൽ പറഞ്ഞ വാക്ക് ഞങ്ങൾ തെറ്റിക്കില്ല എന്ന് അയാൾ. എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ കൃത്യം 1 മണിക്കൂറിനുള്ളിൽ. ശരി, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഞ്ഞിന്റെ കാര്യത്തിലും ആ വിശ്വാസം നിങ്ങൾ തിരിച്ചു കാണിക്കണം. പണവുമായി ഇപ്പോൾ തന്നെ അർച്ചന ഇവിടുന്ന് പുറപ്പെടും എന്ന് സേതു പറയുമ്പോൾ അയാൾ പറയുന്നു, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, എടുത്തു ചാടി അബദ്ധമൊന്നും കാണിക്കരുത്. കുഞ്ഞിന്റെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ്, അത് മറക്കരുത്. നന്ദൻ പണവുമായി വരുന്നുണ്ട്. നന്ദ, ആ ബാഗ് അർച്ചനയുടെ കയ്യിൽ കൊടുത്തേക്ക്, പണവുമായി ഇവളോട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് സേതു നന്ദനോടും പറയുന്നു. ഇത്രയും പണവുമായി അർച്ചന ഒറ്റയ്ക്ക് പോകാനോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം നന്ദേട്ടാ, എന്നെ ഓർത്ത് ആരും ഭയപ്പെടണ്ട. ബാഗ് തുറന്ന് കാണിക്കുന്നുണ്ട് നന്ദൻ. അർച്ചനയോട് സൂക്ഷിച്ചു പോകാൻ പറയുന്നുണ്ട്. അർച്ചനയുടെ കയ്യിൽ പണം കൊടുക്കുകയാണ് നന്ദൻ. അങ്ങനെ അർച്ചന പണവുമായി പോകാൻ ഇറങ്ങി. സന്ദീപിനെ കണ്ണ് കാണിക്കുകയാണ് സച്ചി. അങ്ങനെ അവർ രണ്ടുപേരും അർച്ചനെ അറിയാതെ തന്നെ പിന്നാലെ പോകുന്നു. ഇതേസമയം രാജലക്ഷ്മിയും 1 കോടി രൂപ അടങ്ങിയ ഒരു ബാഗ് മീനാക്ഷിയെ ഏൽപ്പിച്ചു. പോലീസുകാരുടെ നിഴൽ കണ്ടാൽ അവന്മാരെ കളം മാറ്റിച്ചോട്ടും. പണം അടിച്ചെടുക്കാൻ എന്ത് തരികിട വേലയും അവർ കാണിക്കും. അതുകൊണ്ട് വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണിത്. മീനാക്ഷി വളരെ ബുദ്ധിപൂർവ്വം പെരുമാറണം. ഒരു കാരണവശാലും ടെൻഷൻ ആകരുത്. പേടിയുണ്ടെന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത്. ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ കാർത്തി മീനാക്ഷിയോട് പറയുന്നു. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് മീനാക്ഷി. ഒരു പാർക്കിലേക്ക് എത്തുന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ പാർക്കാണ് കാണിക്കുന്നത്. കുഞ്ഞുങ്ങളെ അടിച്ചുകൊണ്ട് പോയ അവർ തന്നെ ജോക്കറിന്റെ വേഷം കെട്ടി അവിടെ കുഞ്ഞുമായി ഡാൻസ് ചെയ്യുകയും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാണികളെ രസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേസമയം മീനാക്ഷിയും അർച്ചനയും 2 കാറിലായിട്ട് 1 കോടി രൂപയുമായി അവിടേക്ക് വന്നു ചേർന്നിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് മാജിക് നടക്കുകയാണ്. കുറെ ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ കൂടി മീനാക്ഷിയും അർച്ചനയും ബാഗുമായി പോകുന്നു. അവരറിയാതെ തന്നെ കാർത്തിയും അവിടേക്ക് എത്തിയിരിക്കുന്നുണ്ട്. കാർത്തിയുടെ ടീമും. എല്ലാ സ്ഥലവും പരിശോധിക്കണം. ഈ പാർക്കിലുള്ള ഒരാളെ പോലും നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ പോകരുതെന്ന് പറയുന്നു. ഒരു വയലൻസ് ഉണ്ടാകാതെ നോക്കണമെന്ന് കാർത്തി പറയുന്നുണ്ട്. എല്ലാവരും തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റ് ഉണ്ടാകണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു നിമിഷം പോലും വൈകരുത്. അർച്ചനയുടെയും മീനാക്ഷിയുടെയും പിന്നാലെ തന്നെ നിങ്ങൾ ഉണ്ടാകണമെന്നും പറയുന്നു. എനിക്ക് തോന്നുന്നത് പണം കൈമാറിയാലും അവർ കുട്ടികളെ തരാൻ ഒരുക്കമല്ല എന്നാണ്. അവരെല്ലാത്തിനുമുള്ള മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. മിക്കവാറും മീനാക്ഷിയും അർച്ചനയും അവർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഒരുക്കമെന്ന് കാർത്തി പറയുന്നു. പണവുമായി അവർ രക്ഷപ്പെട്ട് കളഞ്ഞാലോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. പാർക്കിൽ നടക്കുന്ന അസ്വാഭാവികമായ എന്ത് കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്കൂട്ടത്തിനിടയിൽ അവരുടെ കയ്യിൽ കുട്ടികൾ കാണും. പണം വാങ്ങിക്കഴിഞ്ഞാൽ അവർ കുട്ടികളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുമെന്നും പറയുന്നു.
അതിനനുവദിക്കരുത്, ഒരാൾ പോലും രക്ഷപ്പെടരുത് എന്നും കാർത്തി അവരോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ അത് തിരക്കി നടക്കുന്നു. ഇതേ സമയത്ത് സന്ദീപും സച്ചിയും ഒരു പർദ്ദ ധരിച്ച് കാറിൽ അവിടെ എത്തിയിരിക്കുകയാണ്. മുഖംമൂടിയിട്ട പർദ്ദയാണ് ധരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത വിധമാണിത്. മീനാക്ഷി എന്ന് പറഞ്ഞ് ടെൻഷനോടെ അർച്ചന വിളിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു, പേടിക്കണ്ട, കാർത്തിയേട്ടനും പോലീസുകാരും നമ്മുടെ പിന്നാലെയുണ്ട്. അത് പ്രശ്നമാകുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പോലീസുകാരെ കണ്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞാലോ എന്നും അർച്ചന ചോദിക്കുന്നു. അങ്ങനെ സംഭവിക്കില്ല, എല്ലാം കാർത്തിയേട്ടൻ വേണ്ടതുപോലെ ചെയ്തോളും എന്ന് മീനാക്ഷി. ഒരാൾ മീനാക്ഷിയെയും അർച്ചനയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ഫോൺ വിളിച്ച് അവരുടെ ആൾക്കാരോട് പറയുന്നുണ്ട്, രണ്ടുപേരും എത്തിയിട്ടുണ്ട്, അവർ ഒറ്റയ്ക്കേ ഉള്ളൂ, പണവുമായി വന്നിട്ടുണ്ട് എന്നൊക്കെ. സച്ചിയും അർച്ചനയും പർദ്ദ ധരിച്ചെല്ലായിടവും നോക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ആ മാജിക് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് മീനാക്ഷിയും അർച്ചനയും. ആ മജീഷ്യൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരാൾക്ക് അയാളിങ്ങനെ കയ്യിൽ ആംഗ്യം കാണിക്കുന്നു കോൾ ചെയ്യാനായിട്ട്. മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിച്ചു. പണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എന്ന് അവർ പറയുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് മീനാക്ഷി. പണം കൈമാറാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുക്കമാണ്, കുഞ്ഞുങ്ങൾ എവിടെയെന്ന് മീനാക്ഷി ചോദിക്കുന്നു. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, പണം അടങ്ങിയ ബാഗ് നിങ്ങളുടെ വലതുവശത്തുള്ള ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിച്ചിട്ട് മടങ്ങിക്കോളൂ എന്ന് അയാൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. അതിന് മറുപടിയില്ല അവർക്ക്. പിന്നെ അർച്ചന ഫോൺ വാങ്ങി അയാളോട് സംസാരിക്കുന്നു. കുഞ്ഞുങ്ങളുമായി നിങ്ങൾ വന്നാൽ ഞങ്ങൾ പണം തരാമെന്നാണ് അർച്ചന അവരോട് പറയുന്നത്. ഇവിടെ വെച്ച് കുട്ടികളെ തരാൻ സാധിക്കില്ല, അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് അയാൾ പറയുന്നു. കുട്ടികളെ കാണാതെ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നു, തൽക്കാലം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. വേസ്റ്റ് ബിന്നിൽ പണം നിക്ഷേപിക്കുക, എന്നിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ. ഗേറ്റ് എത്തുന്നതിന് മുമ്പ് കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. അത് നടക്കില്ല, കുട്ടികളെ കാണാതെ ഞങ്ങൾ ഒരു കാരണവശാലും പണം തരില്ലെന്നാണ് അർച്ചന അവരോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണവുമായി തിരിച്ചു പോകുമെന്ന് അർച്ചന പറയുന്നു. ആ മജീഷ്യൻ മറ്റൊരാളോട് ഫോണിൽ സംസാരിക്കുന്നു. എന്താണ് ഒരു കൺഫ്യൂഷൻ? ഒരു കാര്യം ചെയ്യ്, അവരോട് മുകളിലേക്ക് വരാൻ പറ ബാഗുമായിട്ട്. ഞങ്ങളുടെ കുട്ടികൾ എവിടെ? അത് പറയുന്ന അർച്ചന പറയുമ്പോൾ അയാൾ പറയുന്നു, കുട്ടികൾ സുരക്ഷിതരായി ഇവിടെ തന്നെയുണ്ട്. ഒരു കാര്യം ചെയ്യ്, കുറച്ചുകൂടി നടന്നിട്ട് ആ എക്സിബിഷൻ ഗുഹയ്ക്കകത്തേക്ക് വരൂ, പണം അവിടെ വെച്ച് കൈമാറാം. കുട്ടികൾ അവിടെയുണ്ടെന്ന് ഉറപ്പാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, താമസിക്കും തോറും കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് അർച്ചനയും മീനാക്ഷിയും. സച്ചിയും സന്ദീപും അവിടെയൊക്കെ നോക്കിയിട്ടും ഇവരെ കണ്ടില്ല. എന്നിട്ടും എല്ലായിടവും നോക്കുന്നുണ്ട്. മാജിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അയാൾ അപ്രതീക്ഷിതമായി പോവുകയും ചെയ്യുന്നു. ഇതേ സമയം മറ്റൊരാൾ പറഞ്ഞ സ്ഥലത്തേക്ക് അർച്ചനയും മീനാക്ഷിയും പണവുമായി എത്തി. കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുന്നു. അർച്ചന അയാളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുന്നു. കുട്ടികൾ ഇവിടെ തന്നെയുണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. ഈ ടണൽ വഴി ബാഗ് ഇടാൻ അയാൾ പറഞ്ഞു എന്ന് അർച്ചന മീനാക്ഷിയോട് പറയുന്നു. ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന് അർച്ചന. അങ്ങനെ പെട്ടെന്ന് തന്നെ അർച്ചനയും മീനാക്ഷിയും കാല് തന്നെ ആ ടണലിലേക്ക് പോകുന്നുണ്ട്. രണ്ടുപേരുടെ മുന്നിലേക്ക് ഇപ്പോൾ അയാൾ എത്തിയിരിക്കുന്നു, ആ മജീഷ്യൻ. എന്താ നോക്കുന്നത്? ആ ബാഗ് ഇങ്ങോട്ട് തരാൻ പറയുമ്പോൾ തന്നെ ബാഗ് രണ്ടുപേരും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മജീഷ്യൻ പറയുന്നു, കുട്ടികൾ ഇവിടെ തന്നെയുണ്ട്, കാണണോ എന്ന് ചോദിക്കുന്നു. കുട്ടികളെ കണ്ടാൽ മാത്രമേ ഞങ്ങൾ പണം തരൂ എന്ന് പറയുമ്പോൾ കുട്ടികളുമായി ജോക്കർ വേഷത്തിലുള്ള രണ്ടുപേർ അവിടേക്ക് വന്നു. എൻ്റെ മോളെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടിയെടുക്കാൻ തുടങ്ങുകയായിരുന്നു രണ്ടുപേരും. ഇവിടെ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്, എങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അവർ പറയുന്നു. ബാഗിൽ പണമുണ്ടെന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുമായി പോകാമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ബാഗ് ആ മജീഷ്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നാൽ രണ്ട് ബാഗ് പരിശോധിക്കുമ്പോഴും രണ്ടിൽ കുറച്ച് പാവക്കുട്ടികളാണ് ഇരിക്കുന്നത്. അത് കണ്ട് മീനാക്ഷിയും അർച്ചനയും ഞെട്ടി. കാരണം പണമടങ്ങിയ ബാഗായിരുന്നു അവർ കൊണ്ടുവന്നത്. പറ്റിച്ചു അല്ലേ, ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമെന്ന് ആ മജീഷ്യൻ പറയുന്നു. ആ മജീഷ്യൻ ഒന്ന് കൈ കാണിച്ചപ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ രണ്ടുപേരും അപ്രതീക്ഷിതമായി പോവുകയാണ്. പിന്നീട് ഇതുപോലെ തന്നെ ഒരു ഊഞ്ഞാലിലിരിക്കുന്നതായി കാണിക്കുന്നു. അർച്ചനയും മീനാക്ഷിയും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വീണ്ടും കുഞ്ഞുങ്ങളെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ മീനാക്ഷിയും അർച്ചനയും അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. കാർത്തി അവിടെ നിൽക്കുന്നത് ആ ജോക്കർ വേഷത്തിലുള്ളവർ കാണുകയും അവരുടെ കാർത്തിയുടെ പിന്നിൽ കൂടി കുഞ്ഞുങ്ങളെ മാറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് കാർത്തി. ഇതേ സമയം അർച്ചനയും മീനാക്ഷിയും ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് അവർ. പെട്ടെന്ന് അവർക്ക് ബോധം വന്നിരിക്കുന്നു. ഉണർന്നു നോക്കിയപ്പോൾ അർച്ചനയും മീനാക്ഷിയും ഒരു തടങ്കലിലാണ്. കുഞ്ഞുങ്ങളെ തൊട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങ് താ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങ് താ എന്നൊക്കെ അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ, തരാം, പണം തന്നാൽ കുഞ്ഞുങ്ങളെ തിരിച്ചു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു, നിങ്ങളെ പറ്റിച്ചിട്ടില്ല, ആ ബാഗിൽ പണം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ പണം നിങ്ങളുടെ വീട്ടുകാരിവിടെ എത്തിച്ചാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പോകാം, ഇല്ലെങ്കിൽ ജീവന് പോലും ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്ന് അവർ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.